എന്താടി നിന്റെ ദേവൻ പ്രത്യക്ഷപ്പെടുന്നില്ലല്ലോ, മറന്നുപോയോ? ഏയ്, അങ്ങനെ വരില്ല. സൂര്യൻ ഉദിക്കാൻ മറന്നാലും ദേവൻ ഉദിക്കാൻ മറക്കില്ലല്ലോ. ഇന്ന് എന്തു പറ്റിയാവോ? നിന്നെ മറന്നോ? രാവിലെ ആളെ കണ്ടില്ല. അയ്യോ പാവം, ഇന്നിനി ഉറക്കമില്ലാത്ത രാത്രി ആയിരിക്കുമല്ലോ നിനക്ക്. എവിടെ പോയതാണാവോ? ആണുങ്ങളല്ലേടി, പല അത്യാവശ്യങ്ങളും കാണുമല്ലോ. എപ്പോഴും നിന്റെ പുറകെ നടക്കാൻ പറ്റുമോ? ഓടി, എന്റെ പുറകെ നടക്കണമെന്നൊന്നും ഞാൻ പറയുന്നില്ല. ആളെ രാവിലെയും കണ്ടില്ല, വൈകിട്ടും കാണുന്നില്ല. അതിന്റെ ഒരു ആശങ്ക. നീ ഇങ്ങനെ വിഷമിച്ചാലോ? ദേ, ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാം. കുറച്ച് ദിവസമായി ഞാൻ പറയണമെന്ന് കരുതിയതാ. നിന്റെ മുഖത്ത് നോക്കുമ്പോൾ പറയാനും പറ്റുന്നില്ല. എന്താ? ദേവൻ സാറിന്റെ കാര്യത്തിൽ നീ വല്ലാതെ ഇൻവോൾവഡ് ആയിട്ടുണ്ടോന്നൊരു സംശയം. ഇതൊക്കെ ഒരു തമാശയാണെന്നാ ഞാൻ ആദ്യം കരുതിയത്. പിന്നെ കരുതി ഒരു കൗതുകം മാത്രമായിരിക്കുമെന്ന്. പക്ഷെ കുറച്ച് ദിവസമായിട്ട് എനിക്ക് തോന്നുന്നു നീ അതിനും അപ്പുറത്തേക്ക് പോയിന്ന്. അത്രയ്ക്കൊക്കെ വേണോ? നാളെ നീ വേദനിക്കുന്നത് കാണാനിടവരരുതെന്ന് കരുതിയാ ഞാനീ പറയുന്നത്. അതെന്താ നിനക്ക് ഇങ്ങനെ തോന്നാൻ? നീ എന്തൊക്കെ പറഞ്ഞാലും ഏതൊക്കെ രീതി നിഷേധിച്ചാലും ശരി, എനിക്കറിയാം ദേവൻ സാറിന് നിനക്ക് ഇഷ്ടമാണെന്ന്. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ദേവൻ സാറിന് നിന്നെയും ഇഷ്ടമാണ്. പക്ഷേ ഇന്ന് വരെ നിങ്ങൾ മനസ്സോർന്ന് സംസാരിക്കോ പരസ്പരം ഇഷ്ടമാണെന്ന് തുറന്നു പറയുകയോ ചെയ്തിട്ടില്ല. ഒരു ലവ് അഫെയർ പല കാരണങ്ങൾ കൊണ്ടും ബ്രേക്കപ്പ് ആകാം. അങ്ങനെ വന്ന ആണുങ്ങളെക്കാളും അത് ബാധിക്കുന്നത് പെണ്ണുങ്ങളെയാ. ഇഷ്ടപ്പെട്ട പുരുഷനെ മനസ്സിൽ നിന്ന് പറിച്ചെറിയാൻ ഒരു പെണ്ണിന് വലിയ ബുദ്ധിമുട്ടാ. ഞാൻ എന്ത് വേണമെന്ന് നീ പറയുന്നേ? ഒന്നുകിൽ നീ ദേവൻ സാറിനോട് കാര്യങ്ങൾ തുറന്ന് സംസാരിക്കുക, ഭാവി കാര്യങ്ങളെക്കുറിച്ച് തീരുമാനം എടുക്കുക. അല്ലെങ്കിൽ നീ ഇത്രമാത്രം ഇൻവോൾവ് ആകാതിരിക്കുക. അപ്പൊ പിന്നെ ഒരു ബ്രേക്കപ്പ് ഉണ്ടായാലും അത്രയേറെ നിനക്ക് വേദനിക്കേണ്ടി വരില്ല. നീ പറഞ്ഞതിൽ കുറെയൊക്കെ സത്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ദേവൻ സാറിന് എനിക്ക് ഇഷ്ടം, എന്നും കാണാറുമുണ്ട്. അത്യാവശ്യ സന്ദർഭങ്ങളിലൊഴികെ ഞങ്ങൾ അധികം സംസാരിച്ചിട്ടുമില്ല. അങ്ങനൊരു ഇൻവോൾവ്മെന്റ് ഉള്ളതുകൊണ്ടല്ലേ സാറിനെ കാണാതെ വന്നപ്പോ എനിക്ക് ആശങ്ക തോന്നിയത്. നിന്നോട് ഞാൻ കഴിഞ്ഞ ദിവസം രാഹുലിന്റെ കാര്യം പറഞ്ഞിരുന്നില്ലേ? അവൻ ഇവിടം വിട്ട് പോയിട്ടില്ല. അതാ എനിക്ക് പേടി. ശരിയാ, നീ പറഞ്ഞതിൽ ഒരു അപകടമുണ്ട്. ദേവൻ സാറിനെ അവനൊരു ശത്രുവായിട്ടാ കാണുന്നേ. അതുകൊണ്ടല്ലേ അവൻ അന്ന് രാത്രി ആൾക്കാരെയും കൂട്ടി വന്ന് ആക്രമിച്ചത്. അവൻ ഇനിയും ചിലപ്പോ അത് ആവർത്തിച്ചേക്കും. ഞാൻ കാരണം ദേവൻ സാറിനൊരു അപകടം ഉണ്ടാവരുതെന്ന് എനിക്കുണ്ട്. അതുകൊണ്ടാ സാറിനെ കാണാതെ വരുമ്പോ ഞാൻ ആശങ്കപ്പെടുന്നത്. നീ അങ്ങനെ വല്ലാതെ പേടിക്കോ ആശങ്കപ്പെടുകയോ ഒന്നും വേണ്ടടി. അത്ര പെട്ടെന്നൊന്നും അവന് ദേവൻ സാറിനെ കീഴ്പ്പെടുത്താനൊന്നും കഴിയില്ല. ഈ നാട്ടിലെ ഏറ്റവും വലിയ കളരി അഭ്യാസിയ ദേവൻ സാറ്. അതുകൊണ്ട് നീ സമാധാനായിരിക്കും.